അതിന് ചൂടാവണക്ക് പിന്നെ ചൂടാവേണ്ടിയിരിക്കുമോ? അങ്ങനെ ഒരു സാധനം അവിടെ കിടക്കണേ കണ്ടത് ഞാനാട്ടാ. മറക്കണ്ട. അതിനെന്താണ്? അതിനൊന്നുമില്ല. ആ സാധനം അവിടെ നിന്ന് ഇറക്കാൻ പറ്റിയില്ലേ? 100 കിട്ടുകയാണെങ്കിൽ 75 ഓർമ്മ എനിക്ക്. പിന്നെ അതങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാ എന്നെ വിളിച്ചിടുന്നത്? എനിക്ക് ഒറ്റയ്ക്കാണ് ചെയ്താൽ പോരെ? ഏയ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം ചെങ്ങായി അന്നും കൂടി കൂടെ വിളിച്ചത് എല്ലാത്തിരേട്ട. അങ്ങനെയാണെങ്കിൽ 50-50 വേറൊരു വർത്താനം എന്തെങ്കിലും ആവട്ടെ. സ്ഥലത്തറായി മിണ്ടാ നടക്ക്. அப்படி உரும்பாடா உரும்பு. കള്ളന്മാരാ തോന്നുന്നു. കേണന്റെ വീട്ടില് ചെരുപ്പ് കിട്ടാൻ കിട്ടുന്നില്ല. തേങ്ങട ഇങ്ങോട്ട് വാടാ, വേഗം വാടാ, കള്ളനടാ, വാടാ, ഓടി വാടാ. കള്ളൻ 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 ജിജോ വാടാ, ജിജോ കേരളത്തിന്റെ ബൈക്ക് കണ്ടോളെ കൊണ്ടടാ ബൈക്ക് കണ്ടില്ലേ?
ഒരു കുഴപ്പമില്ല സാറേ, ഇവന്മാരെ വണ്ടി കട്ടോണ്ട് വരികയായിരുന്നു. സൈഡിലേക്കൊന്ന് മാറിയാൽ മതി. അപ്പൊ അങ്ങ് പോയിരുന്നു കാര്യം നിർത്ത് സാറേ. ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. കറക്റ്റ് സമയത്താ പോലീസുകാർ വരുന്നത് സാറേ. സാറേ സാറ് അവിടെ നിൽക്കണം സാറേ. സാറും കൂടി ഉണ്ടെങ്കിലേ സാറേ ഞങ്ങൾക്ക് ബലമുള്ളൂ സാറേ. സാറവിടെ നിൽക്കണം സാറേ. പോലീസുകാർ വരട്ടെ. അറസ്റ്റ് ചെയ്തോ. എന്നെ എന്തിനാ ഈ പിടിച്ചു വലിച്ച്? സെർച്ച് ചെയ്തോ. സാറ് അതിനകത്തൊന്നുമില്ല. ദിലീപ് സാറേ ഒന്നിങ്ങോട്ട് വാ സാറേ. അതിനകത്തൊന്നുമില്ല സാറേ. സാറേ അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞില്ല ഞാൻ. ഇവിടെ ഒന്നും ഇല്ല സാറേ. സാധനം എവിടെയെന്ന് പറയണ. തുറക്കടോ. നോക്കടോ. മറ്റേ സാറേ നോക്കടോ. ഈ നാടിനെ നാട്ടിനെ നശിപ്പിക്കുന്ന ഇവനെ പോലെയുള്ളവരെയാണ് നിങ്ങൾ നോക്കേണ്ടത്. സാർ ഞങ്ങളിന്ന് പോട്ടെ. മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഒന്ന് പോലീസ് കൈവച്ചു എന്നെങ്ങാനും പറഞ്ഞോണ്ടല്ലോ. ദിലീപ് സാറിന് ഈ പൊടിയേലിക്കാൻ സമയമായോന്നുണ്ട്. സന്ദീപേ, ആ രണ്ടെണ്ണത്തിന്റെ 379 പിന്നെ മറ്റവന്റെ TPS. ഇതെന്റെ പ്രൊഫഷനാ. ഈ ഒരു കാര്യം ചെയ്യും. പ്രൊഫഷൻ ഒന്നൊക്കെ അതൊക്കെ ഇപ്പൊ കാണാം. സർ ഓരോന്ന് വരുത്തി വെച്ചിട്ട് തുറക്ക്. സർ എന്താ സർ? തുറക്കടോ. സർ എന്താ പ്രശ്നം പറയും സർ? തുറക്കടോ. സർ NTPS ആണ് സർ. ഇതിന്റെ ചാവി അതിൻ്റെ അടുത്താ. ആ തുറക്ക്. ഏയ് പുതിയ പിള്ളേരാ, അതിൻ്റെ കാര്യാക്കണ്ട. എടോ വാഹനമുണ്ടോ? ഉണ്ട് സാർ. പ്രൈവറ്റാ? പ്രൈവറ്റാ. ഡിപ്പാർട്ട്മെന്റിലല്ലോ? അല്ല പേഴ്സണലാ. ബൈജു പി രാമൻ. കണ്ടോളാം സാർ. സാറിനെ വിളിക്കപ്പെട്ടു. ഹൈ റേഞ്ച്. ഹൈ റേഞ്ച്. ഓക്കെ. ടൗൺ കിടക്കും വെളുക്കണേനും. ഓക്കെ സാർ. ഓക്കെ 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 സാർ. നിർമ്മൽ മോസനെ ഞാൻ അറിയും. ഞാൻ അറിയിക്കാം. ഇവനൊന്നും അറിയിച്ചു ആ സർ ഞാനും ട്രെയിനിങ് കഴിഞ്ഞ് വന്നല്ലേ. എടോ ഇന്ന് ഇവിടെ ഭരിക്കുന്ന ആൾക്കാരാണ് അവര്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് അവരെ പിടിച്ചത്. മൈദ അല്ല പിടിച്ചത്, മയക്കുമരുന്നാണ്. നാളത്തെ സമൂഹത്തിലെ യുവാക്കളെ നശിപ്പിക്കുന്നതാ. ഏത് പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാക്കിട്ടിരിക്കണത്? എന്താ പിടിച്ചത്? ലാബിന്റെ റിപ്പോർട്ട് കണ്ടോ? എന്താ പിടിച്ചത്? ലാബ് ചെല്ലുമ്പോ എല്ലാ മയക്കുമരുന്നും മൈദേവല്ലോ. എങ്ങനെ? എടോ അതിന്റെ കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരാണ് അവര്. കഴിവല്ല, പിടിപാടാണ്. നീ പിടിക്കുന്ന ഈ ചീട്ടുകളിക്കാരല്ല അവര്. ഇവിടെ മൊത്തം നിയന്ത്രിക്കുന്നവരാ. അറിയോടോ എനിക്ക്? പിന്നെ എന്തിനാണ് സാർ ഇതൊക്കെ നമ്മൾ ഇട്ടിരിക്കണത്?
താൻ സസ്പെൻഷൻ നേരെന്ന് മേടിക്കട്ടോ. സസ്പെൻഷനോ ഡിസ്മിസലോ സാർ എന്തു അടച്ചാച്ചേ? അദ്ദേഹത്തിന്റെ കേസ് എന്താ? സർ NDPS ആണ്. തൊണ്ടി വണ്ടിയിൽ തന്നെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പൊ എത്ര ആളുണ്ട്? സാർ ഇവിടെ ഇപ്പോൾ 3 പേരുണ്ട്. ആ 3 ജമ്മം പോയികളുടെ പേരില് ആണ് ചാർത്തിക്കോ. ഓക്കെ സാർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ആ കേരുവാണ്. ഓക്കെ സാർ. അടിക്കോ? ഡ്യൂട്ടി ടൈം ആണെങ്കിൽ ചെറുതായിട്ട്, അപ്പൊ ഡ്യൂട്ടിയിലല്ലെങ്കിലോ? അല്ലെങ്കിൽ മുങ്ങി കുളിക്കും. ഇന്നലെ സാധനം നന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ എവിടുന്നാ കിട്ടണേ? അതൊക്കെ നമ്മുടെ നിർമ്മൽ ബോസിന്റെ ഓരോ പിടിപാടാണ്. അല്ല, ഹൈ റേഞ്ചിൽ ഇപ്പോൾ സാറിന് എന്താ പരിപാടി? ആ വണ്ടി